എല്ലാ കാലത്തും UDF ചെയ്യുന്നൊരു കാര്യമാണുള്ളത്. 5 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി വന്ന സമയത്ത് ഇത് തന്നെയല്ലേ പറഞ്ഞത്, രാത്രികാല ഗതാഗത നിരോധനത്തിന് പരിഹാരം ഉണ്ടാക്കും, വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാക്കും. അതേ വാക്ക് പറഞ്ഞു. ഇന്ന് സിദ്ധരാമയ്യ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മലയാളിയായിട്ടുള്ള നേതാവ് സദാനന്ദ ഗൗഡയും മൈസൂർ MP യും DK ശിവകുമാറിന്റെ പ്രസ്താവനയെ ചോദ്യം ചെയ്തു എങ്ങനെ തുറക്കും. BJPന്റെ സാധനം ആ വാർത്തയിൽ തന്നെ ഉണ്ട്. മലയാളിയായിട്ടുള്ള നേതാവ് സദാനന്ദ ഗൗഡയാണ് ആദ്യം അതിനെതിരെ രംഗത്ത്. അവർക്ക് എങ്ങനെ ഇലക്ഷൻ സമയത്ത് നുണയാണ് പറഞ്ഞത്, പറ്റിക്കാനുള്ള ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്നുള്ള ഉറപ്പല്ല. കർണാടകയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ വിഷയത്തിൽ താല്പര്യം കാണിക്കുന്നില്ല. അതിന്റെ വിഷയം BJP ആയാലും കോൺഗ്രസ് ആയാലും നമുക്ക് സൂചിപ്പിക്കാനല്ല, ഇവർ ഇടപെട്ട് എങ്ങനെയെങ്കിലും ആ രാത്രികാല ഗതാഗത നിരോധനം ഒന്ന് അവസാനിപ്പിക്കട്ടെ. ഞങ്ങൾക്കില്ല. ശുദ്ധമായ അസംബന്ധമാണ് ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ. ഇവിടെ പിന്നെ വയനാട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മുഖ്യ പാർട്ടി CPM അല്ലേ. ആ CPM സഹകരിച്ചില്ലെങ്കിൽ ഇലക്ഷൻ മിഷനറി ചലിപ്പിക്കാൻ വേണ്ടി CPIക്ക് കഴിയുമോ? അങ്ങനെ യാതൊരു വിദ്യാധാരണയും CPIക്കില്ല. CPMൻ്റെ പൂർണ്ണമായ സഹകരണം കൊണ്ടാണ് ഇലക്ഷൻ മിഷനറി ചലിപ്പിച്ചതും ഈ ഇലക്ഷൻ എല്ലാ രീതിയിലും നേരിട്ടത് CPMൻ്റെ മിഷനറി ചലിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു ആക്ഷേപവും CPIക്ക് ഈ വിഷയത്തിലില്ല. ഈ രാത്രിയാത്ര നിരോധനമായിട്ട് കോൺഗ്രസ് ബോധപൂർവ്വം വയനാട്ടിലെ ജനങ്ങളെ ചതിക്കുകയാണെന്നുള്ള അഭിപ്രായമാണുള്ളത്. എല്ലാ കാര്യത്തിലും അവരതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം വന്നിവിടെ മത്സരിച്ച് തന്നെ രണ്ടാമത് രാജിവെച്ചും വയനാട്ടിലെ ജനങ്ങളെ ചതിക്കില്ലല്ലേ. രാജിവെച്ച സമയത്തൊക്കെ ഇലക്ഷൻ സമയത്തൊക്കെ ഞങ്ങൾ പറഞ്ഞ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഇത് തന്നെയാണ്. വയനാട്ടിലെ ജനങ്ങളെ അവർ ബോധപൂർവ്വം വഞ്ചിക്കുകയാണ്. എന്തായാലും അധികകാലം അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. എന്തായാലും അനധിവിദൂര ഭാവിയിൽ വയനാട്ടിലെ ജനങ്ങൾ അവർക്ക് തക്ക മറുപടി കൊടുക്കും. ഈ വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വൈകാരികമായ വിഷയമാണല്ലോ. അവരുടെ രാത്രിയാത്ര നിരോധനം ശരിക്കും ബാധിച്ച മനുഷ്യരാണല്ലോ ഇവിടെ ഉള്ളവർ. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു വലിയൊരു വഞ്ചനയായിട്ടില്ല. കാരണം ഇപ്പോൾ സിദ്ധരാമയ്യ അങ്ങനെ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. കൈ നടത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതൊരു വഞ്ചനയല്ലേ ശരിക്കും? തികച്ചും ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഇത്. അല്ല, അതിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു പ്രതികരണം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യത്തെ ഇലക്ഷനിലാണ് തോന്നുന്നു. ഇന്നിപ്പോൾ വാർത്ത പോയത് ശരിയാണെങ്കിൽ സിദ്ദീഖ് കോൺഗ്രസിൻ്റെ വോട്ടുയർച്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നൊരു വാർത്ത സ്ക്രോൾ ചെയ്ത് പോയിരുന്നു ചാനൽ. ഇന്നിപ്പോഴൊന്നും പോയിരുന്നു. ഇപ്പൊ ഇനി അവരോട് ചോദിച്ചാൽ അവരും പറയുക ഈ ചോദ്യം സിദ്ധരാമയ്യ ഇപ്പൊ ഇങ്ങനെ മാറ്റി പറഞ്ഞതിനെ കുറിച്ച് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ സിദ്ധരാമയ്യ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അവര് പറഞ്ഞു. അല്ല, അവര് വേണമെങ്കിൽ നിഷേധിക്കും. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്നില്ല, അങ്ങനെയാണല്ലേ? നമ്മുടെ ക്യാമ്പയിൻ ഇപ്പൊ ഇന്നലെ സത്യം പറഞ്ഞല്ലോ, നമ്മുടെ ക്യാമ്പയിൻ മുഴുവൻ ആ വിഷയങ്ങൾ ഊന്നി തന്നെയായിരുന്നല്ലോ. UDF നേതാക്കൾ പറയുന്നത്, പ്രത്യേകിച്ച് MLA TCP പറയുന്നത് LDFന്റെ ആളുകൾ ബൂത്തുകളിൽ പോലും കാര്യമായി ഉണ്ടായിരുന്നില്ല. വോട്ട് ചെയ്യാൻ ആളുകളെ കൊണ്ടുവരാതിരുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ വോട്ട് കുറയുന്നത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് LDFനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. വയനാട് ജില്ലയിൽ 576 ബൂത്തുകളിൽ ഉണ്ടായിരുന്നു. അതിൽ LDFനെ പ്രതിനിധീകരിച്ച് 2 ആളുകൾ എല്ലാ സമയവും ഉണ്ടായിരുന്നു. അങ്ങനെ ആള് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് UDFന്റെ ആയിരിക്കും. സിദ്ദീഖ് പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വയനാട് CPI ജില്ലാ സെക്രട്ടറി EJ ബാബു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.